ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബോൾ എടുത്ത് അതിലേക്ക് 2 തൊലി കളഞ്ഞ ക്യുക്കമ്പർ ചെറുതായി അരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു അര നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി ഇളക്കുക. സാലഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തെ ജലാംശം വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റഡ് ആയി വെക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് തലേന്ന് സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട്സ് പീൽ ചെയ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സാലഡ് ഡ്രസ്സിംഗ് തയ്യാറായി. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാലഡിൻ്റെ കൂട്ടിലേക്ക് സാലഡ് ഡ്രസ്സിംഗ് ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്ന ഒബീസിറ്റി കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡാണ് സാലഡ്. കാരണം ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്, കാലറി കൗണ്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും അധികം സഹായിക്കും. നമ്മുടെ ഡയറ്റിൽ ഉച്ചയ്ക്കോ രാത്രിയോ ഒക്കെ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച സാലഡിലേക്ക് ഒരു ഗ്രീൻ ആപ്പിൾ ചെറുതായി അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് അത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് തണുപ്പിച്ചോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. ഇനിയും ധാരാളം സാലഡ് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഇതിന് മുന്നേ ഞാൻ ഒരു ഹൈ പ്രോട്ടീൻ സാലഡ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണത്. ഇത് കാണുന്നവർ അതും കൂടെ ഒന്ന് എടുത്ത് നോക്കിയാൽ നല്ലതാണ്. ഈ സാലഡ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.